ഭയപ്പെടേണ്ട മകനേ, ഭയപ്പെടേണ്ട മകനേ, ഭയപ്പെടേണ്ട മകനേ, ഭയപ്പെടേണ്ട മകനേ, നിന്നോട് കൂടെയുണ്ട്, താങ്ങിടുമന്ത്യം വരെയും. വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. എല്ലാവർക്കും വേണ്ടതും അതേസമയം ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചോർന്നു പോകുന്നതുമായ ഒരു പ്രത്യേക സവിശേഷതയാണ് ധൈര്യം എന്നുള്ളത്. ധൈര്യവും ആത്മവിശ്വാസവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. എത്ര ധൈര്യശാലികളായാലും ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ ധൈര്യഹീനരായി തീരാറുണ്ട്. ജീവിതം തന്നെ ദുസ്സഹമായി തോന്നാറുണ്ട്. ആ പ്രത്യേക സാഹചര്യത്തിൽ ഒരാൾ വന്ന് ധൈര്യമായിരിക്കൂ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നിന്നോടൊപ്പം ഉണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസവും ചൈതന്യവും പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ്. നിരാശ വരുമ്പോഴും ധൈര്യം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ബൈബിൾ ഒരു ചരിത്ര പുസ്തകം കൂടിയാണ്. അതിൽ ഇസ്രായേൽ രാജ്യത്ത് BC 900-850 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രവാചകനായിരുന്നു ഏലിയാവ്. ദുഷ്ടനായ ആഹാബ് രാജാവ് ഇസ്രായേലിൽ രാജാവായിരുന്ന കാലത്താണ് അദ്ദേഹത്തിൻ്റെ ജീവിത പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. ഒരിക്കൽ അദ്ദേഹം ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ആഹാബിൻ്റെ മുഖത്തു നോക്കി ആ രാജ്യത്ത് നടക്കാനിരിക്കുന്ന ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചില നാളുകൾ കഴിഞ്ഞ് 2-3 വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആഹാബിൻ്റെ ഭാര്യയായിരുന്ന ഇസബേലിൻ്റെ ഭീഷണി ഒരിക്കൽ ഏലിയാവിനെതിരായിട്ട് വന്നു. ആ വാർത്ത കേട്ടപ്പോൾ ഏലിയാവിൻ്റെ ധൈര്യമെല്ലാം നഷ്ടപ്പെട്ട് നിരാശനായി മരണം കാത്ത് ഒരു ചുരച്ചിരിയുടെ കീഴിൽ മരുഭൂമിയിലേക്ക് പോയി ഇരിക്കുന്നൊരവസ്ഥ ഉണ്ടായി. ദൈവം അവനെ ധൈര്യപ്പെടുത്തിയിട്ട് വീണ്ടും തൻ്റെ പ്രവർത്തനങ്ങൾക്ക് സജ്ജനാക്കി എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമം പരിശോധിച്ചാൽ അനേക ഭക്തന്മാർ ദൈവത്തോട് നിലവിളിക്കുന്ന സന്ദർഭങ്ങൾ പ്രത്യേകിച്ച് സങ്കീർത്തന പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കും. അവിടെയെല്ലാം പറയുന്നൊരു വാക്ക് പ്രകാരമാണ്, ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. ഈ നിലവിളി ദൈവസന്നിധിയിലേക്ക് അവർ ഉയർത്തിയപ്പോഴെല്ലാം ദൈവം അവരെ ധൈര്യപ്പെടുത്തുകയും ഭയപ്പെടേണ്ട എന്ന ശബ്ദം അവരെ കേൾപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. യേശുക്രിസ്തു ഇപ്രകാരം പ്രസ്താവിച്ചു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാൻ 16:33. പല സന്ദർഭങ്ങളിൽ യേശു കർത്താവ് വിവിധ വ്യക്തികളോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശരീരത്തെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടരുത്, എന്നാൽ മരണശേഷം ആ വ്യക്തിയെ നരകത്തിൽ തള്ളിക്കളയാൻ അധികാരമുള്ള ദൈവത്തെ വാസ്തവത്തിൽ നിങ്ങൾ ഭയപ്പെടണം എന്ന് യേശു കർത്താവ് പറയുകയുണ്ടായി. യേശുവിൻ്റെ ജനന സമയത്ത് ദൂതന്മാർ പറഞ്ഞ വാക്കുകളും സംഗീതവും ലൂക്കോസ് 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്, ആട്ടിടയന്മാർ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു, കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റുമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ ജനന വിവരം അവരെ അറിയിച്ചു. യേശുക്രിസ്തു ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്നാണ്. ധൈര്യമായിരിക്കുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയം മരണഭയമാണ് എന്ന് ബൈബിൾ രേഖപ്പെടുത്തുന്നു. മനുഷ്യനെ മരണഭയത്തിൽ നിന്നും വിടുവിക്കുവാനായിട്ട് ക്രിസ്തു തൻ്റെ മരണത്താൽ അത് നീക്കിത്തന്നു. ആ മരണഭയം മാറി. യേശുക്രിസ്തുവിനെ വിശ്വാസത്താൽ ഒരു വ്യക്തി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ആ മരണഭയം ഇല്ലാതാകുന്നു എന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. കാരണം ജീവിച്ചാലും മരിച്ചാലും ആ വ്യക്തി ക്രിസ്തുവിനുള്ളവർ ആണ്. അതുകൊണ്ട് നമുക്ക് കരുണ ലഭിക്കുവാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. എബ്രായർ 4:16. ഗോഡ് ബ്ലസ് യു.